എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. നല്ല റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു മീഡിയം റെസ്പോൺസ്. പക്ഷേ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം ഒരുവിധം ഞാൻ പ്രതീക്ഷിക്കാത്ത വ്യൂ അതിന് കിട്ടിയിരുന്നു. സബ്സ്ക്രൈബറും ഒരുവിധം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. ഇനി നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ തവണ എനിക്ക് വന്നൊരു കമൻറ്റാണിത്. ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശ്രീബുദ്ധൻ്റെ വംശമാണെന്നുള്ളതിൽ ഇസ്രയേലി ഗവൺമെൻറ് ഒരുവിധം അന്ന് പിരിഞ്ഞു പോയ ജൂതന്മാരെ എല്ലാവരും ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ട്രാക്ക് ചെയ്ത ഒട്ടുമിക്കവാറും പേരെ അവർ തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ചില സംശയങ്ങൾ കർണാടകയിൽ ഒരു ഗോത്രം കൂടിയുണ്ട്. അവരുടെ ഇപ്പോൾ കറുത്ത ജൂതന്മാരായതിൻ്റെ പേരിൽ റേസിസം എല്ലായിടത്തും ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അവരവിടെ തന്നെ ജൂതന്മാരായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ എല്ലാം എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ ഒരു മഹത്വം വേറൊരു നാടിനും കൂടി ഉണ്ട്. അത് എല്ലാം കൂടി കൂട്ടിക്കുഴക്കരുതെന്ന് ഇനി വരുന്ന സുഹൃത്തുക്കളോട് കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഉള്ള മറുപടിയാണ് ഞാൻ നൽകിയത്. അപ്പോൾ സുഹൃത്തിനായാലും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കാരണം കമൻറ്റിന് റിപ്ലൈ ചെയ്താൽ അതെല്ലാവരും കാണുന്നില്ല. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്തതിന് നന്ദി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ജൂത സമൂഹത്തിൽ, ആ സമൂഹത്തിൽ ഒരു വിവാഹം കാര്യങ്ങൾ, അത് എങ്ങനെ ഒരുക്കങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സമൂഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് A to Z അറിയാം. ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, നമുക്ക് എല്ലാ ചടങ്ങുകളും അറിയാം. അപ്പോൾ എല്ലാവർക്കും പൊതുവെ താല്പര്യമുള്ളതാണ് ജൂത സമൂഹത്തിൻ്റെയും കൂടിയും അറിയാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ നേരെ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ്. ഈ ജൂതരുടെ വിവാഹം എന്നത് എന്താ പറയുക, ആധ്യാത്മികതയിലും കൂടി ഊന്നിയിട്ടുള്ളതാണ്. അതായത് മതപരമായൊരു ചടങ്ങും ഭൗതികപരമായിട്ടൊരു ചടങ്ങും കൂടിയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് അന്ന് തന്നെ മതപരമായൊരു ചടങ്ങ് അനുഷ്ഠിക്കും. ഇപ്പം പ്ലസ് ഇവർ അടിച്ചു പൊളിക്കാന്ന് പറയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ, അതേപോലെ ഒരു ഘട്ടം കൂടി ഈ ജൂത വിവാഹങ്ങളൊക്കെ ഉണ്ട്. ജൂത വിവാഹം, വിവാഹാഘോഷം എന്നിങ്ങനെ 2 ചടങ്ങുകളാണെങ്കിലും രണ്ടും ഒരുമിച്ചും വെവ്വേറെയുമായിട്ട് നടത്തുന്ന പതിവ് ജൂതർക്കിടയിലുണ്ട്. ജൂത വിവാഹങ്ങൾ നടത്തപ്പെടുന്ന പൂർണ്ണമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൂത പാരമ്പര്യം അനുസരിച്ചാണെങ്കിലും ദേശം, ഭാഷ എന്നിവയ്ക്കനുസൃതമായി വസ്ത്രധാരണത്തിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ വരുന്നത്. നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണത്തിൻ്റെ രീതികൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഷർട്ട്, മുണ്ട്, ലേഡീസ് ആണെങ്കിൽ മേൽക്കുപ്പായം, ലുങ്കി, ഒരു തട്ടം, ഇതാണ് നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണ ശൈലി. തുടർന്ന് ഇവിടെ പോയ ജൂതന്മാർ അവിടുന്ന് യൂറോപ്യൻ സംസ്കാരം കടം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഏകദേശം കോമൺ ആയിട്ട് യൂറോപ്യൻ സംസ്കാരത്തിലാണ് അവരുടെ ഡ്രസ്സും കാര്യങ്ങൾ വരുന്നത്. കോട്ട്, സ്യൂട്ട്, അതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കോട്ട്, സ്യൂട്ട് കാര്യങ്ങൾ, അതേപോലെ ഗൗണ്, പെൺകുട്ടികൾ ഗൗണ്, ഇങ്ങനെയാണ് ധരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ദേശം, ഭാഷ അനുസരിച്ച് ചടങ്ങുകൾക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. ജൂതമത പ്രകാരമുള്ള ചടങ്ങുകൾ ഒരുപോലെയാണ്. പക്ഷേ ഇവരുടെ ആ സമയത്ത് ഇവർ നടത്തുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ചടങ്ങ് എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള ചടങ്ങ് ഒരുപോലെയാണ്. അതിനുശേഷം വരുന്ന വിവാഹാഘോഷങ്ങൾ പലരും പല രീതിയിലാണ്. ഇപ്പോൾ 20 പ്രധാന ഗോത്രങ്ങളും 20 ഒരു സാധാ വരുന്ന ഗോത്രങ്ങളും 12 പ്രധാന ഗോത്രങ്ങളുണ്ട്, ഉപഗോത്രങ്ങളും ഗോത്രങ്ങളും. അപ്പോൾ ഇവർക്കിടയിൽ തന്നെ ചടങ്ങുകളിൽ വളരെ ചെറിയൊരു വ്യത്യാസം, വിരലിൽ എണ്ണാവുന്ന വ്യത്യാസമേ ഇവരെ ചടങ്ങുകൾക്ക് ഉള്ളൂ. ജൂതരുടെ വിവാഹങ്ങൾ ജൂത പാരമ്പര്യം, ജൂതമതം എന്നിവ അനുസരിച്ചാണ് നടത്തുന്നത്. അപ്പോൾ എന്നിരുന്നാലും ജൂത വിവാഹങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ചടങ്ങായിട്ടും കൂടിയാണ് അത് കണക്കാക്കപ്പെടുന്നത്. ജൂത വിവാഹം എന്നത് മതപരമായൊരു ചടങ്ങ് ആണ്, ഭൗതികപരമായിട്ടുള്ള ചടങ്ങുമാണ്, മതപരമായിട്ടുള്ള ഒരു അനുഷ്ഠാനവുമായിട്ടാണ് ജൂതന്മാർ കരുതിപ്പോകുന്നത്. ഇവർ ഈ ഒരു വിഷയത്തിൽ ഇവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാറില്ല. ജൂത വിവാഹം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, പുരോഹിതൻ്റെ നേതൃത്വത്തിൽ, അതായത് റബ്ബിയുടെ അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ, റബ്ബിയുടെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിലും നടത്തപ്പെടുന്നതായിട്ടാണ് അവരുടെ ഐതിഹ്യം നടക്കുന്ന കാര്യമാണത്. ഐതിഹ്യം ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമപരമായ രീതിയിലുള്ള 2 വ്യക്തികളുടെ കൂടിച്ചേരൽ എന്നതിലുപരി മതപരമായിട്ടുള്ള രീതിയിലാണ് ഈ 2 ആത്മാക്കളുടെ ഒന്നുചേരലും കൂടിയാണ് വിവാഹം. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മറ്റേത് സമൂഹത്തെയും പോലെ തന്നെ പ്രണയ വിവാഹവും ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും ജൂത സമൂഹത്തിലുണ്ട്. അപ്പോൾ യൂറോപ്യൻ പാരമ്പര്യം തുടരുന്ന ആളുകളാണെങ്കിൽ അവർ സ്വയം അവരുടെ ഇണകളെ കണ്ടെത്തലാണ് പതിവ്.
എന്നിരുന്നാൽ കൂടി ചില ഗോത്രങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കില്ലേ, ഇപ്പോൾ ഇന്നൊരു പെൺകുട്ടിയുണ്ട്, അവർക്ക് പറ്റിയൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ പറയിട്ടാന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയില്ലേ, അതന്നെ ഇവരുടെ ഇടയിലുണ്ട്. ഇപ്പോൾ അവരുടെ ഗോത്രങ്ങളിൽ ഒരു പെൺകുട്ടി വിവാഹപ്രായം ആയിക്കഴിഞ്ഞാൽ അവരുടെ അറിവിലുള്ള ഗോത്രത്തിലോ അവരുടെ ഗോത്രത്തിലോ ഉള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ മെയിൻ അവർക്കാണ് ആലോചിക്കുക. എന്നിട്ട് അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അവർ പുറത്തേക്ക് പോവുള്ളൂ. ഈ ജൂതന്മാർക്കിടയിലും റേസിസം എല്ലാ ജാതിക്കാർക്കിടയിലുള്ള പോലെ തന്നെ ചെറുതായിട്ട് റേസിസം, ചെറുതായിട്ട് വംശീയ മഹിമയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഗോത്രം അനുസരിച്ച് ആലോചിക്കുമ്പോൾ അവരതൊക്കെ കണക്കിലെടുത്തിട്ട് അവർ വിവാഹം ആലോചിക്കുള്ളൂ. ഏത് സമൂഹത്തെയും പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജൂത സമൂഹത്തെ വേർതിരിച്ചൊന്നും പറയുന്നില്ല. അതിൻ്റെ പേരിൽ ആരും എന്നെ ഒന്ന് പൊങ്കാലിടാൻ നിൽക്കരുത് കേട്ടോ. തുടർന്ന് ഇനി പ്രണയവിവാഹമാണെങ്കിൽ ഇവർ നേരെ വീട്ടുകാരെ ആണ് ആദ്യം അറിയിക്കുക. വിവാഹം ചെയ്യാൻ താല്പര്യമുള്ള കാര്യം വീട്ടുകാരെ അറിയിക്കുകയാണ്. അപ്പോൾ ഒളിച്ചോട്ട കല്യാണം അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം എനിക്ക് ഈ വിവരങ്ങൾ തന്ന സുഹൃത്തുക്കളും മെയിൻലി ചരിത്രാന്വേഷികളാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിക്കിപീഡിയയിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് നമ്മൾ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ വീട്ടിലറിയിച്ചതിന് ശേഷമാണ് ഇവർ വിവാഹ ചടങ്ങിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണം, സിനഗോഗിലും രജിസ്റ്റർ ചെയ്യണം. ഈ 2 രജിസ്ട്രേഷനാണ് ഇവർക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അമ്പലത്തിലും പള്ളിയിലൊക്കെ രജിസ്റ്റർ ചെയ്യില്ലേ, അതേപോലെ തന്നെ അവർക്കും സിനഗോഗിലും ഗവൺമെൻറ് അതോറിറ്റിയിലും രജിസ്റ്റർ ചെയ്യണം വിവാഹം. അപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കണം. അപ്പോൾ ജൂതർക്ക് ഒരു ജൂത പുരുഷനായാലും സ്ത്രീയായാലും മറ്റൊരു വ്യക്തിയെ മതപരമായിട്ട് വിവാഹം കഴിക്കാൻ സാധിക്കില്ല. മതപരമായി വിവാഹം കഴിക്കണമെങ്കിൽ ആ വ്യക്തിയെ ജൂതമതത്തിലോട്ട് കൊണ്ടുവരണം, മതം മാറ്റണം. അങ്ങനെ മാറി വന്നാലും അംഗീകരിക്കുക കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ മക്കൾക്കേ അംഗീകാരം കിട്ടുള്ളൂ. ഇനി ജൂതമതം സ്വീകരിച്ചാൽ തന്നെ, വിവാഹത്തിന് വേണ്ടി ജൂതമതം സ്വീകരിച്ചാൽ തന്നെ അവർക്ക് അംഗീകാരമൊന്നും കിട്ടില്ല. അവരുടെ മക്കൾക്ക് അതിനുള്ള അംഗീകാരം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ പക്ഷേ മതം മാറിയാൽ അംഗീകാരം കിട്ടും. പക്ഷേ ഇവരുടെ ഇടയിൽ ആ ഗോത്രങ്ങൾക്കാണ് പ്രാധാന്യം. അതുതന്നെയാണ് അവർ വർഷങ്ങളായിട്ട് അവരുടെ വംശപാരമ്പര്യം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഇൻ്റർ റിലീജിയൻ മാരേജുകൾ ജൂതമതത്തിൽ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലത്തെ ഒരുപാട് ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് അവർ വിവാഹത്തിലൂടെ കിടക്കുള്ളൂ, ആദ്യം മതം മാറിക്കഴിഞ്ഞിട്ട്. അപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രയേലിലെ വിവാഹപ്രായം വരുന്നത് 2013 വരെ പെൺകുട്ടിക്ക് 17 വയസ്സും ആൺകുട്ടിക്ക് 18 വയസ്സുമായിരുന്നു. 2013 നിയമം പ്രകാരം ഗവൺമെൻറ് അത് ചെറുതായിട്ടൊന്ന് മാറ്റി 17 നിന്ന് 18ലോട്ടും ആൺകുട്ടിയുടെ 18 നിന്ന് 20ലോട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു. 2013 മുമ്പ് ഏകദേശം ഒരുപാട് കേസുകൾ ഇതുമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ശൈശവവിവാഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. ശൈശവവിവാഹം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം 17 വയസ്സ് ആ ടൈമിലൊക്കെ 12 വയസ്സിന് ശേഷം നോക്കി തുടങ്ങുമായിരുന്നു കല്യാണ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഹരേതി ജൂതന്മാരൊക്കെ അവർ കുറച്ചും കൂടി ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതന്മാരാണ്. അവർ 12 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കല്യാണം നോക്കി തുടങ്ങുമായിരുന്നു. 2000 കാലഘട്ടത്തിന് മുമ്പ് വളരെ കൂടുതലായിരുന്നു. ഇനി 2013 നിയമം മൂലം അത് നിരോധിക്കുകയും എന്നിട്ട് പോലും 2014-15 കാലഘട്ടത്തിൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 ഇത് സ്ട്രിക്റ്റായിട്ട് ഗവൺമെൻറ് ഒന്ന് പിടിച്ചതിന് ശേഷം പോലും 37 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശൈശവവിവാഹം. അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റിയിൽ ഇത് ചെയ്യണമെങ്കിൽ പോലും 18 വയസ്സ് കഴിയണം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായിരിക്കണം. ഇപ്പോൾ പ്രണയവിവാഹമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വധുവിൻ്റെ വരൻ്റെ വീട്ടുകാർ തമ്മിൽ, ഇപ്പോൾ ഗോത്രങ്ങളിലെ കാരണവന്മാർ, വീട്ടുകാർ, ഇവർ തമ്മിലൊരു വിവാഹ കാര്യത്തിൽ തീരുമാനമായിരിക്കാനാൽ അത് അതാത് ഗോത്രത്തിൻ്റെ അധികാരികളെ തീരുമാനം അറിയിക്കും. തുടർന്ന് ഈ അധികാരികളുടെയും കൂടി ഒരു സാന്നിധ്യത്തിലാണ് സിനഗോഗിൽ ഈ റബ്ബിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ ഈ റബ്ബിയുടെ അടുത്ത് മെയിൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ 2 കുടുംബങ്ങളും കൂടി ചേർന്നിരുന്നാണ് മതപരമായിട്ടുള്ള ശാസനങ്ങൾ അടങ്ങിയ, പിന്നെ ഇവരുടെ ഡിമാൻഡുകൾ ചേർത്ത് ഒരു കരാർ തയ്യാറാക്കും. ഈ കെത്തുബ എന്ന് പറയും. ഈ കെത്തുബ അത് ഹീബ്രു ഭാഷയിൽ പറയുമ്പോൾ കെത്തുബ എന്തോ പറയാം. അത് എനിക്കും വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ എഴുതി തന്നിരിക്കുന്ന പ്രൊനൗൺസിയേഷൻ അനുസരിച്ചിട്ട് ഖെത്തുബ എന്നാണ് ഇതിനെ ഈ ഒരു ഉടമ്പടിയെ പറയാം. അപ്പോൾ ഈ ഒരു ഉടമ്പടിയിൽ
വധുവിന് ഉള്ള അവകാശങ്ങൾ, വധുവിന് ഭർത്താവിനോടുള്ള കടമകൾ, ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ രണ്ടുപേരെ ഫാമിലിയും വധുവും വരനും വായിച്ച് തീരുമാനം ആയിക്കഴിഞ്ഞാൽ ഇത് പിന്നെ കരാറാക്കാനായിട്ട് വിടും. അപ്പോൾ ഇത് ഒപ്പിടൽ വിവാഹത്തിൻ്റെ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ കെത്തുബ തയ്യാറാക്കുകയും വിവാഹ ദിവസം തീരുമാനിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വധുവിൻ്റെയും വരൻ്റെയും ബന്ധുമിത്രാദികളെയും ഈ ഒരു വിശേഷം അറിയിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം തീരുമാനമായതിനു ശേഷമാണ് ഇവർ ബന്ധുക്കളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ബന്ധുക്കൾ അതിന് മുമ്പ് അറിയിച്ചിട്ടുണ്ടാവും. ഇവർ ഗോത്രങ്ങളിലൊക്കെ അറിയിക്കുന്നത് ഇതെല്ലാം തീരുമാനമായതിനു ശേഷമാണ് ഇത് അറിയിക്കുള്ളൂ. തുടർന്ന് ജൂതപ്പള്ളിയിൽ ഈ വിശേഷാവസരത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ 10 പ്രായപൂർത്തിയായ പുരുഷന്മാരുമാണ്. ഈ പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൂട്ടത്തിന് പറയുന്ന പേരാണ് മിനിയാൻ എന്ന് പറയുന്നത്. ഈ 10 പേരടങ്ങുന്ന ടീം ഉണ്ടെങ്കിൽ ഒരു ജൂതപ്പള്ളിയിൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഈ റബ്ബിയുടെ കാർമ്മികത്വത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞാലും ഈ 10 പേര് എന്തായാലും മസ്റ്റായിട്ട് വേണം. അതും അതാത് ഗോത്രങ്ങളിൽ നിന്നും ഇവർ തിരഞ്ഞെടുക്കും. ഇന്ന ആളുകൾ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കും. ഇവർക്കൊക്കെ വിവരങ്ങൾ നൽകും. വിവാഹത്തിൻ്റെ ടൈമിൽ ഏതാണ് സമയം കാര്യങ്ങളൊക്കെ നൽകും. അപ്പോൾ ആ ഒരു ചടങ്ങിനെ പറയുന്ന പേരാണ് നമ്മുടെ സാധാരണ വിവാഹ നിശ്ചയം. അപ്പോൾ വിവാഹ നിശ്ചയത്തിന് ഇവർ പറയാം എറൂസിൻ അല്ലെങ്കിൽ കിദുഷിൻ എന്നൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്ന ഹീബ്രു വാക്ക് വരുന്നത് വിവാഹ നിശ്ചയത്തിന് പറയാം. അപ്പോൾ അടുത്തത് ഇതിനെ പറയാം കല്യാണത്തിൻ്റെ ആ ചടങ്ങിനെ പറയാം എരുസിൻ എന്നാണ് പറയാം. അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞു ഈ കല്യാണത്തിലൂടെ കിടക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് കിടക്കുന്ന സമയത്ത് ഇവർ വരുന്ന സമയത്ത് ഇവരെ നിർത്തുന്നത് ഒരു തുണി കൊണ്ടുള്ള ഒരു മേൽക്കൂര. ഇപ്പോൾ ചില മുസ്ലിം കല്യാണങ്ങളിലും ഹിന്ദു കല്യാണങ്ങളിൽ അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മുസ്ലിം കല്യാണങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം 4 കാലുണ്ടാവും. ആ 4 കാലും കൂട്ടി മേലെ ഒരു തുണി കെട്ടിയിട്ടുണ്ടാവും. അതുമ്പോൾ കുറേ പുഷ്പാലങ്കൃതമായ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിയിലാണ് പെൺകുട്ടിയെ നിർത്തി നടത്തിക്കൊണ്ട് വരാം. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ചുപ്പ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയ വായിക്കുക. ശരിക്കും ഹുപ്പ എന്നാണ് വായിക്കുക കേട്ടോ. അപ്പോൾ അതിന് ഹുപ്പ എന്നാണ് പറയാം. അപ്പോൾ തൊണ്ട കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഹീബ്രു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണിനെയും പെണ്ണിനെയും അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ അവർ വരുന്ന സമയത്ത് ബാൻഡ് ഉണ്ട് കേട്ടോ, ചെറിയൊരു മെലഡി അവരെന്തായാലും ബാൻഡ് ടീം പ്ലേ ചെയ്യും. അത് ക്രിസ്ത്യൻ കല്യാണങ്ങൾ പോലെ, ക്രിസ്ത്യൻ കല്യാണങ്ങൾ പാട്ടാണെന്ന് തോന്നുന്നു, ഇതിൽ ബാൻഡാണ് വരുന്നത്. അപ്പോൾ ഫുള്ള് പൂക്കളെ കൊണ്ട് കാര്യങ്ങൾക്കും അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിയിൽ ആണിനെയും പെണ്ണിനെയും കൊണ്ട് നിർത്തും. അപ്പോൾ തുടർന്ന് മിനിയാൻ അവിടെ സന്നിഹിതരായിരിക്കും. മിനിയാനും പിന്നെ നമ്മുടെ ജൂത റബ്ബിയാണ് കാർമ്മികത്വം നൽകുന്നത്. ബാക്കി എല്ലാവരും ചെക്കൻ്റെ പെണ്ണിനെ കൂടെ നിൽക്കുന്ന പരിപാടിയായിട്ടാണ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷേ ഈ മിനിയാൻ തന്നെ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങ് ഞാൻ കണ്ടിരുന്നു. അത് ഇത്തിരി അവർ ഫുൾ ഇൻവോൾവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം വരൻ ഒരു മോതിരം, ചില ഗോത്രങ്ങളിൽ മോതിരമായിരിക്കില്ല, കോയിനായിരിക്കും. അത് വിലപിടിപ്പുള്ളതോ വിലപിടിപ്പില്ലാത്തതോ ആവാം, സ്വർണമോ വെള്ളിയോ ആവാം. അത് ഗോത്രങ്ങളനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു മോതിരം അതായത് ചെക്കനെ കൊണ്ട് താങ്ങുന്നത്, വരനെ കൊണ്ട് താങ്ങുന്നത് എന്തോ അത്. അല്ല നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പോലെ ലോൺ എടുത്ത് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ജൂതന്മാർക്കിടയിലില്ല. അതെനിക്കത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം അത് എടുത്ത് പറയുന്നത്. വരനെ കൊണ്ട് എന്താണോ സാധിക്കുക അതാണ് അവർ ആ പെണ്ണിന് കൊടുക്കുക. അതെല്ലാം ഈ നേരത്തെ പറഞ്ഞ ഖെത്തുബ എന്ന് പറഞ്ഞില്ലേ, വിവാഹ ഉടമ്പടി, അതിൻ്റെ അകത്ത് അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്നത് മെഹറായിട്ട്, അത് ഇപ്പം മുസ്ലിംസിനുണ്ട് ആ ചടങ്ങ്, മെഹർ കൊടുക്കുക എന്നുള്ള ചടങ്ങ് മുസ്ലിംസിനുണ്ട്. സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കാം, പെണ്ണിനെ കൊടുക്കാം. അതേപോലെ ഇവർക്ക് പെണ്ണിന് ചെറിയൊരു പാരിതോഷികം അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ ഈ കല്യാണം നടക്കത്തുള്ളൂ. അത് ഗോത്രം അനുസരിച്ച് മാത്രമാണ് വ്യത്യാസം വരാം. പൈസ അല്ല, ഒന്നിൽ പെണ്ണിനുള്ള മോതിരം അല്ലെങ്കിൽ കോയിൻ. 2017-15 ശേഷം ഇപ്പോൾ അത് ഓർണമെൻ്റായിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അത് വളരെ ചുരുക്കം, വളരെ മോഡേൺ ആയിട്ടുള്ള ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ തന്നെ അതിന് സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ഇതിന് ശേഷം വരൻ ഒരു കപ്പ്, അപ്പോൾ ഈ കപ്പ് ഇതിൽ പൊതിയും, തുണിയിൽ പൊതിയും. അപ്പോൾ ഇതിന് മുമ്പിട്ടോ ഈ റബ്ബി പ്രാർത്ഥന ഒക്കെ നടത്തുന്നു. ഇവർക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകുന്നു. ജീവിതം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണമല്ലോ റബ്ബികളും. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട്
വിവാഹ ഉടമ്പടിയിൽ ഒപ്പിടും. വിവാഹ ഉടമ്പടിയിൽ ഒപ്പിടും. അത് ഈ മോതിരം കൊടുക്കുന്നതിന് മുമ്പാണ്. ഈ മോതിരം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വിവാഹ ഉടമ്പടിയിൽ ഒപ്പിടും. അങ്ങനെ മോതിരം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഒരു കർച്ചീഫിൽ ഒരു സ്ഫടിക ഗ്ലാസ്സോ അല്ലെങ്കിൽ സെറാമിക്കോ, ചില ഇടങ്ങളിൽ ഗ്ലാസ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്, ചിലയിടങ്ങളിൽ അതായത് ചവിട്ടി പൊട്ടിക്കുമ്പോൾ കാലുമ്മ കയറാത്ത ടൈപ്പ്, ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട്, ഒരു കർച്ചീഫിൽ പൊതിഞ്ഞിട്ട് നിലത്ത് വെച്ചതിന് ശേഷം ചവിട്ടി പൊട്ടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിലെ ലാസ്റ്റ് പ്രശ്നമാണ് അതൊരു പ്രശ്നമായിട്ടാണ് അവർ കണക്കൂട്ടുന്നത്. അപ്പോൾ പൊട്ടുന്നൊരു വസ്തു പൊട്ടിച്ചിട്ട് അവർ ആ പ്രശ്നം അങ്ങോട്ട് തീർക്കണം. അപ്പോൾ ആ വധുവിൻ്റെയും വരൻ്റെയും ജീവിതത്തിലെ അവസാന ഒരു ഇഷ്യൂ ആയിട്ട് അവർ ആ കപ്പിനെ കണക്കാക്കുകയും അത് നിലത്തോട്ട് ചവിട്ടി പൊട്ടിച്ച് ആ പ്രശ്നം തീർന്നതായിട്ട് കണക്കൂട്ടുകയും അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നതായിട്ടും കണക്കൂട്ടുകയും ചെയ്യുന്നു. ഇനി പറയുന്നത് ആലിയാഹ് എന്നാണ് പറയുക. അലിയാഹ് എന്നൊക്കെ പറയും. അപ്പോൾ അലിയ എന്ന് പറയില്ല, കാരണം ഹീബ്രു ഭാഷേൻ്റെ പേരിൽ അലിയ എന്ന് പറയുള്ളൂ കേട്ടോ. അതിനി ഹീബ്രു ഭാഷേൻ്റെ പേരിൽ ഞാൻ പറയുന്നതിന് എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം മെയിൻ ഞാൻ പറഞ്ഞില്ലേ, തൊണ്ട ഉപയോഗിച്ച് പറയുന്ന ഭാഷയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഞാൻ പറഞ്ഞത് മോശമാക്കുന്നില്ല. സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം. ALIYAH. അപ്പോൾ നമ്മൾ വായിക്കണേ അലിയാഹ് എന്ന് വായിക്കും. ശരിക്കും അലിയാഹ് എന്നല്ല, എ ആണ് വരാം കേട്ടോ. എ ആണ്, അതായത് ഈ വെച്ചിട്ട് വരുന്നത് എലിയാഹ് എന്നാണ് വരാം. ഇനി വിവാഹ ജീവിതത്തിലെ പ്രധാന ചടങ്ങാണ് വധൂവരന്മാർ ഹേക്കലിൽ നിന്നും, ഈ ഹേക്കൽ എന്ന് പറഞ്ഞാൽ തോറ സൂക്ഷിക്കുന്ന ഒരു ഇതാണത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കാണിച്ചു തന്നിരുന്ന ഫോട്ടോ, ഒരു പ്രത്യേക നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഒരു കിരീടമൊക്കെ വെച്ച ഒരു കൂടുണ്ടാക്കും ഈ തോറ സൂക്ഷിക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലാണ് തോറ സൂക്ഷിക്കുക. അപ്പം മെയിൻലി ഇവർ കടലാസല്ല തോറയ്ക്ക് ഉപയോഗിക്കുക, മെയിൻലി ലെതറാണ് ഇവർ ഉപയോഗിക്കുക തോറ എഴുതി സൂക്ഷിക്കാനായിട്ട്. കാരണം ഈ ബൈബിളോ ഖുർആനോ ഗീതയോ പോലെയല്ല, തോറ എന്ന് പറഞ്ഞാൽ കണ്ടമാനമുണ്ട്. ചെറിയ ബുക്കൊന്നുമല്ല, വലിയ ബുക്കാണ്. അപ്പോൾ ഇത് സൂക്ഷിക്കുന്നത് ഈ ഹേക്കൽ എന്ന് പറയുന്ന ഈ പേടകത്തിലാണ്. അപ്പോൾ ഈ ഹേക്കൽ വെക്കുന്നത് ഇവരുടെ ഒരു പള്ളിയിൽ, ജെറുസലേമിനോട് ഏറ്റവും അടുത്താണ് വെക്കാമെന്ന് പറയാം. അങ്ങനെ ഹേക്കൽ നിന്നും തോറ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവർ പാരായണം ചെയ്യുന്നു. അപ്പോൾ ഇതും ഗോത്രങ്ങളനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് തോറയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന അധ്യായമായിരിക്കും ഇവർ കൂടുതൽ ആ സമയത്ത് വായിക്കുക. ഇതും ഗോത്രങ്ങളനുസരിച്ച് ഈ ഒരു ചാപ്റ്റർ വ്യത്യാസം വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് റബ്ബി പറഞ്ഞു കൊടുക്കുകയും വധൂവരന്മാർ അത് ഏറ്റുചൊല്ലുകയും ചെയ്യും. അതിനുശേഷം ഇവർ വധൂവരന്മാർ ഇതിൽ നിന്നും തോറയിൽ നിന്നും കുറച്ച് അധ്യായങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ മൊത്തം വായിക്കാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല. അവർക്ക് കല്യാണം 2 ദിവസമൊക്കെ നീട്ടി വെക്കേണ്ടി വരും തോറ മൊത്തം വായിക്കാൻ. അത്രയധികം ഉണ്ട് തോറ. കാരണം ഒരുപാട് തോൽച്ചുരുളുകൾ ചേർത്തിട്ടാണ് ഈ ഹേക്കലിനുള്ളിൽ തോറ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള അധ്യായങ്ങൾ വായിക്കും. ഇതാണ് അടുത്ത ഈ ഒരു ചടങ്ങ്, ഏലിയാഹ് എന്ന് പറഞ്ഞ ചടങ്ങ്. ഇനി മിഷബഹ എന്ന് പറയാം, ബറാഹ് എന്നും പറയും. അപ്പോൾ ഈ ചില സമയത്ത് സൈലൻ്റ് ആയിരിക്കും. അത് ചടങ്ങിൻ്റെ പേരാണ് കേട്ടോ, ബറാഹ് എന്നൊക്കെ പറയുന്നത്. ഈ ചടങ്ങിൽ റബ്ബി സദസ്സിനോട് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയാം. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹിക്കുക എന്നുള്ള പരിപാടി ഈ ഇസ്ലാം മതത്തിലും ജൂതമതത്തിലും ഇല്ല. അപ്പോൾ ഈ ഒരു മതത്തിനെക്കുറിച്ചുള്ളൊരു അവതരണം കൂടിയാണിത്. അപ്പോൾ അനുഗ്രഹമില്ല, ആശീർവദിക്കലാണ്. ഇത് രണ്ടും എന്താ പറയുക, നല്ല വാക്കുകൾ നമ്മൾ പറയില്ലേ, അതേപോലെ നമുക്ക് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന പരിപാടി അല്ലെങ്കിൽ കൈമുത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവർ ആശീർവദിക്കാൻ പറയും. അപ്പോൾ അവർ നല്ല വാക്കുകൾ വിളിച്ചു പറയും. അപ്പോൾ ഇത് പുരോഹിതനാണ്, അതിൽ റബ്ബിയാണ് ആവശ്യപ്പെടാം. അപ്പോൾ ആദ്യം റബ്ബി വിവാഹിതരായവരെയും ആ സദസ്സിലുള്ളവരെയും ഇവരെ കുടുംബത്തെയും എല്ലാം ആശീർവദിക്കും. അതിനുശേഷം ഇവരോട്, വേദിയിലുള്ള ഇവരെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് ഈ വധൂവരന്മാരെ ആശീർവദിക്കാൻ പറയും. അങ്ങനെ ഇതാണ് ഈ ഒരു ചടങ്ങ്. അത് മിഷബറാഹ് എന്ന് പറഞ്ഞ ചടങ്ങ് ഇതാണ്. അപ്പോൾ ഈ ഞാനീ പറയുന്ന വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണോട്ടെ. ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ പൊങ്കാലിടരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹീബ്രു ഭാഷേൻ്റെ പേരിൽ 2 തവണ ശ്രമിച്ചിട്ട് തന്നെ 3 തവണയ്ക്ക് ചുമ വന്നു എന്നുള്ളതാണ്, എന്താ പറയുക, ചുമ വന്നതാണ് സത്യം. അങ്ങനെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവർ ഇവർക്ക് നേരെ, അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പൂവെറിയുന്ന ഒരു ചടങ്ങുണ്ട് ഹിന്ദു സമുദായത്തിനിടയിൽ. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ താലി കെട്ടുന്ന സമയത്ത് നമ്മൾ അവർക്ക് നേരെ പൂക്കളെറിയില്ലേ, അതേപോലെ
ഇവിടെ ഇതാണറിയാം, ചെറിയ പഞ്ചസാര ക്യാൻറ്റീനില്ലേ, നമ്മുടെ സാധാരണ പഞ്ചസാര മിഠായി എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ക്യാൻഡിയും. അതിപ്പം മോഡേൺ യുഗങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരുന്നത്. എന്നിരുന്നാൽ കൂടി ജൂതന്മാർ കൂടുതൽ ഉപയോഗിക്കുന്നത് പഞ്ചസാര ഉപയോഗിച്ച്, പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന ക്യാൻഡിയാണ് ഉപയോഗിക്കുക. ചിലയിടങ്ങളിൽ മാത്രം, അതെനിക്ക് തോന്നുന്നു മലയാളി ജൂതന്മാരെ ഇതുപോലെ അറിയും, ഇഞ്ചി ചേർത്ത ഷുഗർ ക്യാൻഡിയാണ് അവർ യൂസ് ചെയ്യുക. അതും ഗോത്രങ്ങളനുസരിച്ച് വ്യത്യാസം വരുന്നു എന്നാണ് പറയാൻ സാധിച്ചത്. വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം ആകെ 20 മെയിൻ ഗോത്രങ്ങളും 12 മെയിൻ ഗോത്രങ്ങളും 20 ഉപഗോത്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത്രയും ഗോത്രങ്ങളുള്ളൂ. അപ്പോൾ വ്യത്യാസം വരാണെങ്കിൽ 10-15 ടൈപ്പ് വ്യത്യാസമൊന്നും വരാനില്ല. ആകെ 12-15 വ്യത്യാസങ്ങൾ വരാനുള്ളൂ. ഈ ചടങ്ങുകൾക്ക് ശേഷം വധൂവരന്മാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴാണ് ബാൻഡ് സംഘത്തിന്, അപ്പോൾ വരുമ്പോഴും റോളുണ്ട്, വിവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവർ ചെറിയ രീതിയിൽ മെലഡി വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇത് എന്താ പറയുക, വധൂവരന്മാരെ ആശീർവദിക്കുന്ന രീതിയിൽ ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ മെലഡി വായിക്കും. ഇവർ സിനഗോഗിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള ചടങ്ങുകളുണ്ട്. ഇവർ കൊമ്പ് വിളിക്കും കേട്ടോ, മറ്റേ മൃഗങ്ങളെ കൊമ്പ് ഡിസൈൻ ചെയ്തിട്ട് ഉള്ള കൊമ്പ് വിളിക്കും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അഷ്കിനാസി വിഭാഗത്തിലുള്ള വധൂവരന്മാരാണെങ്കിൽ വരന് ചുറ്റും ഒരു 3-4 വട്ടമൊക്കെ ഒന്ന് പ്രദക്ഷിണം വെക്കും. അതൊരു രസകരമായിട്ടുള്ള ചടങ്ങാണ്. അതുവഴി ഈ ഭാര്യ ഭർത്താവിന് ചുറ്റും ഒരു മറ കെട്ടി, അതായത് മതിൽ കെട്ടി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുമൂലം ഭർത്താവിന് ഭാര്യയുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ഭർത്താവിന് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭർത്താവിന് കണ്ണ് തട്ടില്ല. അവർ കണ്ണീരിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ജൂതന്മാർ. ഭർത്താവിന് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക, ദുഷ്ടശക്തികളുടെ ഇതൊക്കെ ഭർത്താവിന് കുറഞ്ഞിരിക്കും. ഭാര്യയുടെ പ്രാർത്ഥന കാര്യങ്ങൾക്കൊക്കെ ഭർത്താവിനെ സംരക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അത് ഉള്ളത് അഷ്കിനാസി വിഭാഗത്തിലാണ് കേട്ടോ. അത് നമ്മൾ സിനഗോഗിന്ന് പുറത്തിറങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബാൻഡ് സംഘം മ്യൂസിക് വായിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഇതിനിടയിൽ നടക്കുന്ന ചടങ്ങാണ്. സിനഗോഗിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ അഗ്നിനെ വലം വെക്കൂലേ, അതിനോട് സാധനമൊന്നുമില്ല, ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതേപോലെ ഭാര്യ ഭർത്താവിനെ ഒന്ന് റൗണ്ട് ചെയ്യും, 5-6 വട്ടങ്ങൾ റൗണ്ട് ചെയ്യും. അപ്പോൾ അവരുടെ വിശ്വാസം അതാണ്, ഒരു മറ കെട്ടി എന്നാണ് വിശ്വാസം. വിവാഹത്തിന് മുമ്പ്, ഇനി വിവാഹത്തിന് ശേഷമായല്ലോ, അപ്പോൾ അതിന് മുമ്പ് ഇവർ ഉപവസിക്കുകയായിരിക്കും കേട്ടോ. ഈ ഉപവാസം അവസാനിക്കുന്നത് ഇവർ വീട്ടിലെത്തുമ്പോഴാണ്. ഇവർ ആദ്യം ചെന്ന് കയറുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ചെക്കൻ്റെ വീട്ടിലോട്ടാണ് ചെന്ന് കയറാം. അപ്പോൾ നടന്ന് പോകാനുള്ള ദൂരമാണെങ്കിൽ അവരൊരിക്കലും വാഹനം ഉപയോഗിക്കില്ല, അവർ നടന്ന് പോവുള്ളൂ. വിവാഹശേഷം ചില ഗോത്രങ്ങളിലും മാത്രം, പ്രത്യേകിച്ച് അഷ്കിനാസി ഗോത്രങ്ങളിലൊക്കെ അത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആചാരമുണ്ട്. അതായത് ഹരേതി ജൂതന്മാരുടെ ഇടയിൽ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വധുവും വരനും 7 ദിവസം ഒരു മുറിയിൽ തങ്ങും. അതായത് ആ മുറി എന്ന് വെച്ചാൽ വീട്ടിൽ, ആ വീട്ടിൽ നിന്ന് അവർ പുറത്തിറങ്ങില്ല. വിവാഹ സംഘം അവരെ കാത്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരങ്ങനെ വീടിൻ്റെ പുറത്തേക്ക് അവർ ഇറങ്ങൂല. അപ്പോൾ അതുവരെ വിവാഹ സംഘം പാട്ടും പ്രാർത്ഥനയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷിക്കും. കൊമ്പ് വിളി, അപ്പോൾ ഇവരുടെ ചടങ്ങിൽ മെയിൻ ഉള്ളത് കൊമ്പ് വിളിയാട്ടോ. ഇവർ അത്രയും സന്തോഷം വരുമ്പോഴാണ് ഒരു കൊമ്പ് വിളിക്കുക. നമുക്ക് ചില ഇതിലൊക്കെ കാണാം, കല്യാണ വീഡിയോ ഒക്കെ കണ്ടാലറിയാൻ സാധിക്കും. ഇവർ കൊമ്പ് വിളിക്കുക അത്രയും. ഈ സിനിമകളിൽ പുറത്തിറങ്ങിയിട്ടാണ് മെയിൻലി ഇവർ കൊമ്പ് വിളിക്കുള്ളൂ. അപ്പോൾ ഈ 7 ദിവസത്തെ ഈ ചടങ്ങ് പറഞ്ഞല്ലോ, അത് സത്യത്തിൽ വളരെ റെയറായിട്ട് നടക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗോത്രങ്ങളുടെ ഇടയിൽ പോലും ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്. അത് മെയിൻലി ആളുകൾക്ക് സമയക്കുറവും കാര്യങ്ങളും വന്നതിൻ്റെ പേരിലാണ്. എന്നിരുന്നാൽ പോലും ഇസ്രയേൽ ഗവൺമെൻറ് ഇങ്ങനത്തെ ആചാരങ്ങളെ മാക്സിമം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ അത് സംരക്ഷിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അവർക്ക് യുദ്ധത്തിന് പോലും പോകേണ്ട ആവശ്യമില്ല. ഓർത്തഡോക്സ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് യുദ്ധത്തിന് പോലും പോകേണ്ട ആവശ്യമില്ല. അവിടെ ഇപ്പോൾ ഒരുപാട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അത് ഹരേതി ജൂതന്മാർക്ക് ഇവർക്ക് മാസം പെൻഷൻ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിർത്തണം, ഇവർ യുദ്ധമൊന്നും ചെയ്യാതെ ഇവർ മതം പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കണമെന്ന് പറഞ്ഞൊക്കെ പ്രശ്നങ്ങൾ സാധാരണ ജൂതന്മാർ ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതന്മാർക്കെതിരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതോടുകൂടിയാണ് ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. അപ്പോൾ ചില ഗോത്രങ്ങളിൽ മാത്രമാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങ്. ബാക്കിയുള്ള ജൂതൻ്റെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം, വിവാഹ ദിവസം, വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം, 3 ദിവസമാണ് ചടങ്ങ് വരുന്നത്. പിറ്റേ ദിവസം ഇവരെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, വീട്ടിലാണ് കംപ്ലീറ്റ് ബന്ധുക്കളും കാര്യങ്ങളും വന്ന് പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ കിട്ടിയിരിക്കുന്നത് കൂടുതലായിട്ട് എൻ്റെ സുഹൃത്ത്
അദ്ദേഹം ഒരു ചരിത്രാന്വേഷകനാണ്. അപ്പോൾ ഡേവിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ചരിത്ര അന്വേഷി കൂടിയാണ്. ഇതിനെപ്പറ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ എഴുതുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് കൂടുതൽ ഡീറ്റെയിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇൻ്റർനെറ്റിൽ നിന്നും വിവാഹം നടത്തുന്ന ഏജൻസികളിൽ നിന്നുമാണ്. നമുക്ക് ഇസ്രയേലിൽ വിവാഹം നടത്തുന്ന ഏജൻസികളുണ്ട്, അവരിൽ നിന്നുമാണ് നമുക്ക് ഡീറ്റെയിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോഗ്രാഫി ടീമിൻ്റെ പേര് പറയണമെന്നുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോസ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 3 പേരിൽ നിന്നുമാണ് നമുക്ക് ഡീറ്റെയിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ പേരുകളിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചൂണ്ടിക്കാണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് നല്ലൊരു വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജൂതരുടെ അടുത്തൊരു ചടങ്ങുമായിട്ട് ഇനി വിവാഹശേഷം കുട്ടികളുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ചടങ്ങുമായിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം. താങ്ക്സ് ഫോർ